ഞാൻ ഇന്ന് അമ്മേനോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്നാക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെറുപ്പത്തിൽ അമ്മ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു സ്നാക്സ് ആണ്. ഇതിന് ഞാൻ തന്നെ സ്വയം ഇട്ട പേരാണ് കല്ല് എന്നുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടാലോ? പുട്ടുപൊടി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ എള്ള് എന്നിവ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം അല്പാൽപമായി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. ഇത് സ്റ്റീം പുട്ടുപൊടിയാണ്. അപ്പോൾ നമ്മൾ നനച്ചതിന് ശേഷം ഇത് നന്നായി കുതിർന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഇതിനെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊടി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. 1-2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഇതുപോലെ കയ്യിൽ പരത്തിയെടുക്കാൻ പാകത്തിലാവണം. നമ്മൾ ഇന്ന് 1.25 കപ്പ് വെള്ളമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റൗവിൽ പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവെടുത്ത് കയ്യിൽ ഇതുപോലെ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ നമ്മളിങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം നമ്മളിതിൽ നിന്ന് ഇങ്ങനെ വറുത്ത് കോരുന്നു. അപ്പോൾ ഇത് തീരെ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് കോരാം. നമ്മുടെ രുചിയുള്ള കല്ല് പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എണ്ണ തീരെ കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കൂ.